കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് മിനി കാപ്പനെ മാറ്റി. സിൻഡിക്കേറ്റ് യോഗശേഷം മിനി കാപ്പൻ ചുമതല ഒഴിയും. കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ രശ്മിക്ക് ചാർജ് നൽകും. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ മിനി കാപ്പൻ പങ്കെടുത്തതിനെതിരെ ഇടതംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. ഉമേഷ്, വിശദാംശങ്ങൾ എന്തൊക്കെ? സിൻഡിക്കേറ്റ് യോഗം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ സമാധാനപരമായി നേരത്തെ ഉണ്ടായിരുന്ന ബഹളമെല്ലാം മാറി. അതിന് കാരണം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രധാനമായി ആവശ്യപ്പെട്ടത് ഈ മിനി കാപ്പനെ ഈ രജിസ്ട്രാർ എന്ന ചുമതലയിൽ നിന്ന് മാറ്റണം. രജിസ്ട്രാറിന് ചുമതല ആർക്കും നൽകിയിട്ടില്ല. നേരത്തെ കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറായ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയും രജിസ്ട്രാറായ കെ എസ് അനിൽകുമാറിന് തുടരാമെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മിനി കാപ്പൻ രജിസ്ട്രാർ ഇൻ ചാർജ് എന്ന നിലയിലുള്ളതല്ല, അത് സിൻഡിക്കേറ്റ് തീരുമാനവുമല്ല. അതുകൊണ്ട് തന്നെ ആ തീരുമാനം റദ്ദാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. അത് സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷം ഉള്ളത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് തന്നെയാണ്. സ്വാഭാവികമായി വി സി അടക്കം പിന്തുണയ്ക്കുന്ന മിനി കാപ്പന് പുറത്തു പോകേണ്ടി വന്നു. എന്തായാലും ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ അതിൻ്റെ രേഖകളും അതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സും രേഖപ്പെടുത്താൻ മിനി കാപ്പൻ രജിസ്ട്രാർ ഈ സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ട്. പക്ഷേ ഈ സിൻഡിക്കേറ്റ് യോഗം കഴിയുന്നതോടുകൂടി രജിസ്ട്രാർ ഇൻ ചാർജ് എന്ന ചുമതലയിൽ നിന്ന് മിനി കാപ്പൻ പുറത്തു പോകേണ്ടി വരും. പകരം കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ രശ്മിക്കാണ് ഇനി ഈ സിൻഡിക്കേറ്റ് ഇൻ ചാർജ് എന്ന ചുമതല. കെ എസ് അനിൽകുമാറിന്റെ കേസ് ഹൈക്കോടതി വിധി പറയുന്നത് വരെ ആ വിഷയത്തിൽ ഇനി ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് എടുത്തത്. അങ്ങനെയാണ് കെ എസ് അനിൽകുമാറിന്റെ വിഷയം ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുകയും രജിസ്ട്രാർ എന്ന ചാർജ് എന്ന ചുമതലയിൽ നിന്ന് മിനി കാപ്പനെ മാറ്റി പകരം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് കൂടി അംഗീകരിക്കാൻ കഴിയുന്ന രശ്മിയെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശുപാർശ ചെയ്യുകയും ചെയ്തത്. അതിൽ ഭൂരിപക്ഷ അംഗങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സർക്കാർ പ്രതിനിധികളും ആയതുകൊണ്ട് തന്നെ ആ തീരുമാനം പാസ്സാവുകയും ചെയ്തു. ആദ്യ അജണ്ടയായി തന്നെ ഈ യോഗത്തിൽ ഈ വി സിയും സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങളും തമ്മിലുള്ള തർക്കം, പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുന്ന ഒരു ഘട്ടമായിരുന്നു. അതിനിടയിലാണ് ഈ സിൻഡിക്കേറ്റ് യോഗത്തിന് വേണ്ടിയുള്ള നോട്ടീസ് മിനി കാപ്പൻ നൽകുന്നത്. ഇത് നിയമവിരുദ്ധമാണ് എന്ന നിലപാടായിരുന്നല്ലോ ഇടതംഗങ്ങൾക്കുണ്ടായിരുന്നത്. ഒരു സമവായത്തിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ മിനി കാപ്പനെ ഈ ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്? അങ്ങനെ മനസ്സിലാക്കുന്നതിൽ തെറ്റുണ്ടോ? തീർച്ചയായും പൂർണ്ണ പിന്തുണ മിനി കാപ്പന് വി സി നൽകിയിരുന്നു. ആ വി സി നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം മിനി കാപ്പൻ സർക്കുലറായി പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ രൂക്ഷമായി. അതായത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറും അതേ ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ടായിരുന്നു. ആ തർക്കം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കെ എസ് അനിൽകുമാർ തനിക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിവരെയും ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കാരണം ഇത്തരത്തിൽ മിനി കാപ്പൻ നോട്ടീസ് നൽകിയാൽ അത് നിയമപരമായ നോട്ടീസ് ആകില്ല. രജിസ്ട്രാർ എന്നായി ഇവിടെ കെ എസ് അനിൽകുമാറുണ്ട്. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെങ്കിൽ അതിന് നോട്ടീസ് നൽകേണ്ടത് രജിസ്ട്രാറായ കെ എസ് അനിൽകുമാറാണെന്ന നിലപാടിലായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനുണ്ട്. അത് കുട്ടികളുടെ ഗ്രാൻഡ് ആകട്ടെ, ഒപ്പം PhD വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് ആകട്ടെ, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുണ്ട്. അത് സിൻഡിക്കേറ്റ് യോഗം കോറം ചെയ്യാതെ പിരിയേണ്ടി വന്നു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ നടക്കാതെ പോകും. സ്വാഭാവികമായി വിദ്യാർത്ഥികളെ അത് നേരിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം പറയേണ്ടി വരും. ഈ സാഹചര്യത്തിൽ 9 മണിക്ക് ശേഷം CPM-ന്റെ ഫ്രാക്ഷൻ ചേർന്നിരുന്നു. CPM-ന്റെ ഫ്രാക്ഷനിൽ ഇത്തരത്തിലൊരു തീരുമാനം, അതായത് മിനി കാപ്പൻ ഈ യോഗത്തിൽ വരികയാണെങ്കിൽ അത് എതിർക്കുകയും പകരം മറ്റൊരാളെ നോമിനേറ്റ് ചെയ്യുകയും വേണമെന്നുള്ള തീരുമാനത്തിൽ പങ്കെടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ഇതൊരു സെറ്റിൽമെന്റിന്റെ ഭാഗമായി എന്ന് വിലയിരുത്താൻ കഴിയില്ല. കാരണം പൂർണ്ണമായി വി സിയുടെ പിന്തുണ മിനി കാപ്പന് തന്നെയായിരുന്നു. ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോഴും മിനി കാപ്പൻ രജിസ്ട്രാർ ഇൻ ചാർജായി തുടരട്ടെ എന്നുള്ള തീരുമാനത്തിലായിരുന്നു താൽക്കാലിക വി സി മോഹനൻ കുന്നുമേലുണ്ടായിരുന്നത്. എന്തായാലും സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷം സർക്കാർ പ്രതിനിധികൾ കൂടാതെ ഭൂരിപക്ഷ അംഗങ്ങൾ, അതായത് 19 അംഗ 21 അംഗങ്ങൾ ഉണ്ടെങ്കിലും 19 അംഗ സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ഭൂരിപക്ഷവും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെയാണ്. ഒപ്പം സർക്കാർ പ്രതിനിധികളും. സ്വാഭാവികമായി സർക്കാർ തീരുമാനങ്ങൾക്കൊപ്പം സർക്കാർ പ്രതിനിധികൾ നിൽക്കും. ഒപ്പം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒരു വോട്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം അവർക്ക് തന്നെയാണ്. മറുവശത്തുള്ളത് വൈസ് ചാൻസലറും 2 BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുമാണ്. അതുകൂടാതെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അല്ലാതെ ഉള്ളത് ഒരു കോൺഗ്രസ് അംഗവുമാണ്. ഈ രീതിയിലാണ് സിൻഡിക്കേറ്റിന്റെ ബലാബലം. എന്തായാലും ഒരു തീരുമാനം സിൻഡിക്കേറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള അംഗബലം സിൻഡിക്കേറ്റിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുണ്ട്. ആ സാഹചര്യത്തിൽ ആ ഒരു ബലം വെച്ചാണ് ഇപ്പോൾ ഈ മിനി കാപ്പനെ രജിസ്ട്രാർ ഇൻ ചാർജിൽ നിന്ന് മാറ്റി പകരം രജിസ്ട്രാർ ഇൻ ചാർജായി കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ രശ്മിക്ക് ചുമതല നൽകിയിരിക്കുന്നത്. JK. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.